ഏതായാലും ഓഫീസിൽ എല്ലാരും കൂടി തനിക്കൊരു പേരിട്ടിട്ടുണ്ട്, സാനിയ മിർസ. എല്ലാരും കൂടി എന്ന് പറയുമ്പോ ഇട്ടത് ഒരാളായിരിക്കുമല്ലോ. അല്ലേലും സാനിയ ടെന്നീസ് കളിക്കാരിയല്ലേ, ഇതിപ്പോ ഷട്ടിലല്ലേ? വിവരമില്ലാത്തൊരു പേരിട്ടാ അതുപോലെ ഇരിക്കും സാറേ. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല സാറേ, ജീവിതാവസാനം വരെ കഴിച്ചോണ്ടിരിക്കാൻ നല്ലത് ഹോമിയോ ചെയ്യേ. നല്ല ബെസ്റ്റ് ഒരാളെ ഞാൻ തരാം, ഡോക്ടർ പാർത്ഥസാരഥി. BP മാത്രല്ല, കൊളസ്ട്രോളും ഷുഗറൊക്കെ അങ്ങോട്ട് കൊടുത്താൽ മതി. എന്റെ ഫാദറിനെ ട്രീറ്റ് ചെയ്ത് പുള്ളിയാ. ഫാദറോ? മരിച്ചുപോയി. ശ്രീയേട്ടന്റെ മാറിയത് പക്ഷേ ആയുർവേദം കൊണ്ട്. ഡോക്ടർ വരുമ്പോഴേ ഷട്ടിൽ കളിച്ചതിന്റെ ആണോന്ന് ചോദിക്കണം. ചിലർക്ക് ഡൈ ചെയ്തതിന്റെ റിയാക്ഷൻ ആയിട്ട് ഇങ്ങനെ വരാറുണ്ട്. ആ ലൈസൻസ് സബ്മിറ്റ് ചെയ്യണം, ഞാനിന്ന് കൊണ്ടുപോയി കൊടുക്കട്ടെ. രാത്രിയിൽ ഇപ്പൊ ഞാൻ വന്ന് കിടക്കണമെന്നുണ്ടെ ഭക്ഷണമൊക്കെ ക്യാൻറ്റീനിൽ നിന്ന് കൊണ്ടുതരും. കഞ്ഞി മതിട്ടോ. വേണമെന്നില്ല, നാളെ വന്നാ മതി. അമ്മയോട് തൽക്കാലം പറയണ്ട. ഞാനിപ്പോ എന്നാ ഞങ്ങൾ ഇറങ്ങാം. വീട്ടിലെത്തിയിട്ട് വിളിക്കാം. ഈ ആയുർവേദ ഹോമിയൊന്നും എനിക്കറിയില്ല. ചേച്ചി പറ്റുകയാണെങ്കിൽ ഇതൊന്ന് വെറുതെ നോക്ക്. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മടിക്കരുത് കേട്ടോ. വീട്ടിൽ ചെന്നൊന്ന് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് ഞാനിങ്ങ് വരാം. ഇതുവരെ നിങ്ങൾ കേട്ടത് തണ്ടുതുരപ്പൻ പുഴുവിന്റെ ആക്രമണവും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് തൃശൂർ കാർഷിക സർവകലാശാല പ്രൊഫസർ ശ്രീ ശ്രീജൻ കൊണ്ടോട്ടി നടത്തിയ പ്രഭാഷണം. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ ഡൽഹി റിലേ. രവി, വൈഫിൽ നിന്ന് ഡിസ്ചാർജാ, ഞാൻ ഒന്ന് വീട്ടിലാക്കിട്ട് വരാം. ഹായ് സാറേ, സാറിനെ വെസ്റ്റ് ട്രാഫിക് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. ഒന്ന് അത്യാവശ്യമായിട്ട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ഇതാ നമ്പർ. ഹലോ സാർ, ഞാൻ രാജീവ് നാരായണൻ. എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതെ. ഉവ്വ്. ഇതെന്താ, വീട്ടിലേക്കല്ലേ? എന്താ ആകപ്പാടെ? ട്രാഫിക് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുക. ലൊക്കേഷൻ എവിടെയാ? ബൈപ്പാസ് റൂട്ട് ക്ലിയർ അല്ലെന്നൊരു മെസ്സേജ് ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണം. കൃത്യം 7 മണിക്ക് തന്നെ പ്രസിഡന്റിന്റെ വെഹിക്കിൾ പുറപ്പെടും. ഓവർ. എടപ്പള്ളി ബൈപ്പാസ്. സർ. സർ, ഞാൻ രാജീവ് നാരായണൻ. വരണമെന്ന് പറഞ്ഞിരുന്നു. തമ്മനം വഴി പോണം, അതിലെ ഇപ്പോഴും വണ്ടികൾ പോകുന്നുണ്ടെന്നാ മെസ്സേജ്. സർ. ആരാ? സർ, ഞാൻ രാജീവ് നാരായണൻ. ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിരുന്നു. CI വിനോദ് സാറിനെ വിളിച്ചിട്ടുണ്ടാവും. ആ ശിവൻകുട്ടിയുടെ മോന്റെ കേസല്ലേ? അതെ. ഇതല്ലേ ആള്? ഇത് നിങ്ങളുടെ ലൈസൻസ് അല്ലേ? അതെ. കാലാവധി കഴിഞ്ഞതാണല്ലോ. എന്ന് വെച്ചാ 3 വർഷം ജയിലിൽ കിടക്കാൻ വകുപ്പുണ്ടെന്ന്. അല്ല, നിങ്ങളെ പറഞ്ഞാ മതി, ഓടിക്കാൻ അറിയാത്തവരുടെ കയ്യിൽ വണ്ടി കൊടുത്തു വിട്ടിട്ട് ആ പയ്യനെ കോമ്പൗണ്ട് ഫ്രാക്ചറാ. പത്രവും ടിവിയും കോടതിയൊക്കെ പുറകെ വരുന്നുണ്ട്. അനുഭവിച്ചോ? അല്ല, CI സാറ്. CI സാറിന് മാറ്റി തരാൻ പറ്റില്ലല്ലോ. ഗ്രേവ് RTA ക്രൈമാ. ഇത് അങ്ങനെ ഒന്നും തീരില്ല. എന്താ സ്റ്റീഫൻ, പാലാരിവട്ടമൊക്കെ ഫുൾ ജാമാണല്ലോ. സർ, നോ പാർക്കിംഗിൽ 2 കാറുകൾ കിടപ്പുണ്ട്.
മാറ്റാൻ റിക്കവറി വെഹിക്കിൾ അയച്ചിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങല്ലേ? അതെ സാർ. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ റൂട്ട് മറ്റന്നാളാ, നെടുമ്പാശ്ശേരിക്ക്. ഓക്കെ സാർ. എനിക്കറിയായിരുന്നോ? നിനക്ക് എന്തെങ്കിലും അറിയാവോ? ഇത്ര നേരം അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് വണ്ടി വിട്ടു വന്നു. ഓ, ഇൻ്റർവ്യൂ അത് ഞാൻ പോയിന്നേ വിചാരിച്ചിട്ടുള്ളൂ. ഇതിങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ പോകാനാ വിനോദ? ആ, നിങ്ങൾക്ക് കാര്യവിവരമുള്ളൊരു ഭാര്യയുണ്ട്, അതങ്ങനെ പറയുന്നു. പല റെക്കോർഡ്സിലും ഇയർ ഓഫ് ബർത്ത് വേറെയാ. നേരത്തെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി അവളുടെ അച്ഛൻ കാണിച്ച അതിബുദ്ധിയാ. ശരിക്കുള്ള പ്രായത്തെക്കാൾ കൂടുതലാണ് പല സർട്ടിഫിക്കറ്റിലും. സത്യവേദാന്ന ഇപ്പം എൻ്റെ സംശയം. ആ, ഞാൻ വിളിക്കാം. ഞാനുണ്ടാക്കിയ ആക്സിഡന്റിന് നിന്റെ ലൈസൻസ് സബ്മിറ്റ് ചെയ്തതിന് റിവെഞ്ച് ആയിരുന്നോ? ഏ? അതോ ഒറ്റയ്ക്ക് ഞാനങ്ങനെ അയർലൻഡിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ടോ? ലൈസൻസ് എക്സ്പയർ ആയ കാര്യം തീരെ അങ്ങ് അറിയാൻ വയ്യായിരുന്നു എന്ന് പറയരുത്. സത്യമായിട്ടും എനിക്ക് അറിയാൻ വയ്യായിരുന്നു. ലൈസൻസ് കിട്ടിയത് പിന്നെ ഇന്നലെ ഇതിനു വേണ്ടി എടുത്തപ്പോഴാണ് ഞാനത് കൈകൊണ്ട് തൊട്ടത്. അപ്പൊ അതൊന്നും തുറന്നു നോക്കാൻ പോലും നിനക്ക് തോന്നിയില്ല? ഈ ലൈസൻസ് എന്ന് പറയുന്ന സാധനത്തിന് കാലാവധിയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നതേ ഇന്നാ. ഒരു ഇൻഷുറൻസ് ക്ലെയിമും കിട്ടില്ല. ആ പോലീസുകാരൻ പറഞ്ഞ കേട്ടല്ലോ, ഇന്റർവ്യൂ നടക്കുന്ന നേരത്ത് നമുക്കിവിടെ കേസ് കളിച്ച് നടക്കാം. നമുക്കല്ല, സോറി, എനിക്ക്. ഉത്തരവാദിത്തം വണ്ടിയുടെ ഓണർക്കാ. അതൊന്നും നിനക്കറിയേണ്ട കാര്യമില്ലല്ലോ. രാജീവ്, അയർലൻഡിന് രാജീവ് പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഭാവിക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയില്ലേ? നമ്മളത് സംസാരിച്ചിട്ടുള്ളതാണല്ലോ. ശരിയാ, എനിക്കും ലച്ചുവിനും കൂടെ വരാൻ പറ്റാത്തതിന് എനിക്ക് വിഷമം തന്നെയാ. ഞാൻ ഇന്റർവ്യൂ തോറ്റേന്റെ അന്ന് തൊട്ട് ലച്ചു എന്നോട് മിണ്ടുന്നില്ല. ഇനി രാജീവും ഇങ്ങനെ പറയാതെ നമുക്കൊരു നല്ല ജീവിതം വേണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? ഉണ്ടാവും. പക്ഷെ നിന്നെ സംബന്ധിച്ച് അത് ഓഫീസിൽ പറയാനുള്ള ഒരു പൊങ്ങച്ച കഥയാ. ഞാൻ നല്ല ജീവിതം എന്ന് പറയുമ്പോൾ അതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. ഇപ്പോഴത്തെ എനിക്ക് മടുത്തോന്നു. കാറ് പാർക്ക് ചെയ്യാനെങ്കിലും സൗകര്യമുള്ള ഒരു വീട് എനിക്ക് വേണം. കൊള്ളാവുന്ന അയൽപ്പക്കം വേണം. സംസാരിക്കാൻ ആൾക്കാർ വേണം. സംസാരം എന്ന് പറയുമ്പോ ശശീലയുടെ കൊച്ചിന് കമ്മല് മേടിച്ചതും മഞ്ജുഷയുടെ പിള്ളേർ ടൂർ പോയതും അല്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, ലഞ്ച് തന്നോടും മറ്റാടും കൊണ്ടടി. ഒരു പ്രശ്നവുമില്ല. ഹാപ്പിലി മാരീഡ്. രാജീവ്, ഞാനും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ. സ്വപ്നോ? എന്താ നിന്റെ സ്വപ്നം? എന്ത് സ്വപ്നം നീ വേണ്ടാന്ന് വെച്ചത്? UDC പോസ്റ്റിൽ നിന്ന് ജൂനിയർ സൂപ്രണ്ടിലേക്ക് പോകണമെന്നെങ്കിലും നീ സ്വപ്നം കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സ്വപ്നം കാണാനുമാണ് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ. ഒരുമാതിരി മുടിയും ചോപ്പിച്ചും സ്വപ്നം പോലും. ഒന്നെടുത്ത് തുടയ്ക്ക്. ഹലോ, അതെ. ഏ? ആ, എന്തിനാ? ശരി. IG-യുടെ ഓഫീസിൽ നിന്നാ രാവിലെ 10 മണിക്ക് അവിടെ ഹാജരാവണമെന്ന്. തന്നെത്താനങ്ങ് പൊയ്ക്കോണം. ഞാൻ കൂടെ ഒന്ന് വിചാരിക്കണ്ട എങ്ങോട്ടും.